സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ദുആ അത് ഫാത്തിഹയാണ്. അതേ റമദാനല്ലാത്തപ്പോ 17 തവണ ഫർദ് നമസ്കാരങ്ങൾ അല്ലാതെ സുന്നത്ത് നമസ്കാരങ്ങൾ റമദാനാകുമ്പോ ഇരട്ടിയുടെ ആ തക്റാർ കൊണ്ട് ആവർത്തിക്കപ്പെടുന്നില്ലേ സഹോദരങ്ങളെ? ദുആ ഇബാദത്താണ്. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? വേണ്ട, കുറച്ച് മതി, അല്പം മതി, ചുരുക്കിയാ മതി, എങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞറിയോ, പ്രവാചക പ്രഭു കള്ളം പറയാത്ത നാവുകൊണ്ട് ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ എന്നെയും നിങ്ങളെയും അർശിനെയും കുരിശിനെയും ലൗഹിനെയും കലമിനെയും ലോകത്തുള്ള സർവ്വതിനെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ഹബീബ് റസൂൽ പറഞ്ഞറിയോ, അദ്വാഉ സിലാഉൽ മുഅ്മിനീങ്ങളുടെ ആയുധം ദുആയായ 5 നേരത്തെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ അഗ്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്നുള്ള പ്രാർത്ഥന അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്തിലുണ്ട്, ഇത് വല്ലാത്ത ദുആയാണ്. മാത്രമല്ല എല്ലാ ദുആകളും പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദുആ എന്ന് പറയുന്നത് ആരാധനയാണ്. ആ ആരാധന ചെയ്യുന്നതിന് തടസ്സം പറയുന്നവരില്ലേ? ഖുർആൻ ഓതാം, പക്ഷേ ദുആ പാടില്ല. എത്ര ഖത്തമുകൾ വേണമെങ്കിലും തീർക്കാം, എത്ര ഖത്തമുകൾ വേണമെങ്കിലും ഓതാം, പക്ഷേ അതിനൊരു പര്യാപ്തത അതിന് പോലും ദുആ ഉണ്ട്. ഒരുപാട് സമയമുള്ള ദുആ ഉണ്ട്, ഖത്തം പഴങ്ങുന്ന ദുആ. പണ്ടൊക്കെ അത് നോക്കിയാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദുആ ചെയ്യുന്നത്. ഇന്ന് എല്ലാം മാറിയപ്പോൾ അത് ചുരുക്കി കൊണ്ടാണ് ഇപ്പോൾ ദുആ ചെയ്യുന്നത്. എന്നിട്ട് പോലും ദുആ വേണ്ടെന്നാ പറയുന്നത്. കുത്തുബിയത്തോതാൻ പോകുന്ന വീട്ടിൽ പോലും ദുആ ഉണ്ട്. കുത്തുബിയത്തിൽ നീണ്ട ദുആയാണ്, അതുപോലും ഇന്ന് വേണ്ടെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ദുആകളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ സമുദായം? എവിടെ നല്ല ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ദുആ ചെയ്യുന്നത് അവിടെ ഇമാമാവാം, അല്ലെങ്കിൽ ഒരു സയ്യിദാവാം. നമ്മൾ ആമീൻ പറഞ്ഞാൽ പോലെ, പറ്റുമെങ്കിൽ ആമീൻ പറയുക, ഉപേക്ഷിക്കുക. അതിന് ദുആ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുന്നവർ, ദുആ ചെയ്യുന്നവരെ നിരാശപ്പെടുത്തുന്നവർ. അല്ലാഹു പറയുന്ന ഒരു അടിമ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്നവനെയാ എനിക്ക് അവനോടാണ് എനിക്ക് വല്ലാത്ത അനുരാഗത്തിന്റെ വസന്തത്തിന്റെ പ്രണയത്തിന്റെ ദാഹമെന്ന് അല്ലാഹു പറയുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. ഖുർആനിന്റെ ഓരോ വാക്യങ്ങളും ദുആയാണ്. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വ ശർറൽ ആഖിറ. മാത്രമല്ല ദുആയില്ലേ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മുത്തുനബി പഠിപ്പിച്ചതാണ് ഈ പ്രാർത്ഥന. ദുആയാണ്, ഇത് ഖുർആൻ ആയത്താണ്. നിങ്ങൾ ധാരാളം ചെയ്യണേ. രണ്ട് ലോകത്തിൽ വിജയിക്കാനുള്ള കാവലാണ്. ഫലസ്തീന് വേണ്ടി ദുആ ചെയ്യണ്ടേ? മാലിന്യങ്ങളും തങ്ങന്മാരും സീതമാരും ഉസ്താദുമാരും മുഴുവനും പറയുന്നു. സംഘടന വ്യത്യാസമെന്നേ പറയുന്നു. അല്ലാഹുവേ, ഫലസ്തീന് നീ മോചനം കൊടുക്കണേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ഒരു ഭവനമില്ലാത്തവൻ, വീടില്ലാത്തവൻ, ഒരു ചെറിയ കേറിക്കിടക്കാൻ പോലും നല്ലൊരു മാടമില്ലാത്തവനൊക്കെ ദുആ ചെയ്യും. വേണ്ടെന്ന് പറയേണ്ടെന്ന് മരിച്ച മയ്യത്തിന് എത്തപ്പെടുന്ന ദുആയാണ്. പലതും സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന. 3 കാര്യം ഒഴിച്ച് ബാക്കി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബ് പഠിപ്പിക്കുന്നു. ഒന്ന് സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥനയാണെങ്കിൽ ദുആ എങ്ങനെ തട്ടപ്പെടും, വേണ്ടെന്ന് വെക്കപ്പെടും. അവിടെയാണ് അവസാനം ദുആ വേണം എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനില്ലാത്തൊരവസ്ഥ വരും. മരണ സമയത്ത് ദുആ വേണമെന്ന് പറയുന്നു. ആര് ദുആ ചെയ്യാൻ? അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ, അല്ലാഹുമ്മ ഇശ്ഫി അംറാദ വാലിദീനാ, അംറാദ അസ്വാജിനാ, അംറാദ ഔലാദിനാ, അംറാദ ഇഖ്വതിനാ, അംറാദ അഖ്വാതിനാ, വഹിറം ബഖതിനാ യാ ശാഫിൽ അംറാദ. അല്ലാഹു ദുആ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ മാറാകട്ടെ.